സംസ്ഥാനത്ത് ഇന്ന് 8778 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7905 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 627 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 22 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 4836 ആയി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.45 ആണ്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, 8778 വലിയ സംഖ്യയിലേക്ക് കോവിഡ് കണക്ക് കടന്നിരിക്കുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കൂടിയിരിക്കുന്നു. 13% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ കണക്കുകൾ എങ്ങനെയാണ്? ഏത് ജില്ലയിലാണ് കൂടുതലായി രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? തന്നെ ആശങ്കപ്പെട്ടതുപോലെ കേരളത്തിലെ കോവിഡ് കണക്കുകൾ അത് കുത്തനെ ഉയരുകയാണ്. ഇന്ന് 8778 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസത്തേക്കാൾ ഏകദേശം 1200-ലധികം രോഗികൾ ഇന്ന് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏറ്റവും കൂടുതൽ രോഗികൾ എറണാകുളം, കോഴിക്കോട് ജില്ലകളിലാണ്. ഈ രണ്ട് ജില്ലകളിലും 1000-ലധികം രോഗികളുണ്ട്. എറണാകുളത്ത് 1226 പേർക്കും കോഴിക്കോട് 1098 പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. മലപ്പുറത്ത് 888-ഉം കോട്ടയത്ത് 816 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ, തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളിൽ 500-ൽ അധികം രോഗികൾ ഇന്നുണ്ട്. കുറവ് രോഗികൾ ഇടുക്കി, വയനാട് ജില്ലകളിലാണ്. ഇടുക്കി ജില്ലയിൽ 340 പേർക്കും വയനാട് ജില്ലയിൽ 273 പേർക്കുമാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 65,258 സാമ്പിൾ പരിശോധിച്ചപ്പോഴാണ് 8778 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഈ രണ്ടാം വേവിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ 13.45 ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ ദിവസം അത് 10 ആയിരുന്നു. ഇതിനിടയിൽ ഒരു ദിവസം 12 എത്തി എങ്കിൽ പോലും 13.45 എത്തുന്നത് ഇതാദ്യമാണ്. രണ്ടാമത്തെ വേവിൽ മുൻപ് നമുക്ക് അതേ രീതിയിൽ വലിയ രീതിയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നിരുന്നു എങ്കിൽ പോലും അത് 2 വരെയൊക്കെ കുറച്ചെത്തിച്ചതിന് ശേഷമാണ് 13.45 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് 22 മരണമാണ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത്. ഇന്നലെ 20 ആയിരുന്നു, ഇന്ന് 22 കൂടിയിരിക്കുന്നു. സ്വാഭാവികമായി കോവിഡ് കണക്കുകൾ ഉയരുന്നതിനനുസരിച്ച് മരണവും ഉയരും. അതുതന്നെയാണ് ഇന്നത്തെ കണക്കിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതോടെ സംസ്ഥാനത്ത് ആകെ കോവിഡ് മരണം അത് 4836 ഉയർന്നിരിക്കുന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 7905 പേർക്കും സമ്പർക്കത്തിലൂടെ തന്നെയാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിക്കുന്ന ആരോഗ്യപ്രവർത്തകരുടെ എണ്ണവും ദിനം പ്രതി കൂടുകയാണ്. 41 ആരോഗ്യപ്രവർത്തകർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. അവർ ഒട്ടുമിക്ക ആരോഗ്യപ്രവർത്തകരും സെക്കൻഡ് ഡോസ് കോവിഡ് വാക്സിൻ എല്ലാം എടുത്തവരാണ്. അതുകൊണ്ട് ഇതിനെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകില്ല എന്ന് കരുതാം. ഇന്ന് 2642 പേരുടെ രോഗം ഭേദമായിട്ടുമുണ്ട്. 4 പ്രദേശങ്ങൾ പുതുതായി ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തിയതോടെ സംസ്ഥാനത്തെ ആകെ ഹോട്ട്സ്പോട്ടുകൾ അത് 420 തന്നെയാണ്. ശരി ഉമേഷ്, തിരിച്ചു വരാം. സിജോ വി ജോൺ ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്ന്. സിജോ, എറണാകുളത്തെ കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടിയിരിക്കുന്നു രോഗികൾ. 1226 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്താണ് നിലവിലെ ജില്ലയിലെ അവസ്ഥ? കൂടുതലായും ഏത് ഭാഗങ്ങളിലാണ് രോഗികൾ കൂടിയിരിക്കുന്നത്? അതുപോലെ നിയന്ത്രണങ്ങളെ കുറിച്ച് കൂടി. ധന്യ, തുടർച്ചയായി 2ാം ദിവസമാണ് എറണാകുളം ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം 1000 കടക്കുന്നത്. ഇന്നലെ അത് 1114 ആയിരുന്നെങ്കിൽ ഇന്ന് 1226 ആയിരിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുടെ എണ്ണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് തന്നെയാണ്. എന്തായാലും ഏറെ ആശങ്കപ്പെടുന്ന ഒരു കാര്യം, ഇതിൽ 1185 പേർക്കും രോഗം വ്യാപിച്ചിരിക്കുന്നത് സമ്പർക്കത്തിലൂടെയാണ് എന്നുള്ളതാണ്. 3 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് എറണാകുളം ജില്ലയിൽ കോവിഡ് പോസിറ്റീവായിട്ടുണ്ട്. അതേസമയം നെഗറ്റീവ് ആകുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇന്ന് 201 ആളുകൾക്ക് മാത്രമാണ് രോഗം ഭേദമായിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന കണക്കുകളനുസരിച്ച് എറണാകുളത്ത് തൃക്കാക്കര, വെങ്ങോല, കളമശ്ശേരി എന്നിവിടങ്ങളിലായിരുന്നു കോവിഡ് കേസുകളുടെ എണ്ണം കൂടുതലുണ്ടായിരുന്നത്. ശരാശരി 30 പേർക്ക് അടുത്ത് ഈ മേഖലകളിലുണ്ടായിരുന്നു. ഇന്നും ഈ സ്ഥലങ്ങളും അതോടൊപ്പം തന്നെ നഗരത്തോട് ചുറ്റിയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ കേസുകൾ വന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഏതെങ്കിലും സ്ഥലങ്ങൾ ഇന്ന് സംബന്ധിച്ച് കൃത്യമായൊരു കണക്ക് അല്പസമയത്തിനകം തന്നെ ജില്ലാ ഭരണകൂടം പുറത്തു നൽകും. അതിനുശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വരും ദിവസങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം കൂടുമെന്നുള്ള കാര്യം കളക്ടർ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശവും അതോടൊപ്പം തന്നെ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, നന്ദി സിജോ. വിവരങ്ങൾക്ക് മുഹമ്മദ് ഷഹീദ് കൂടി ചേരുന്നു കോഴിക്കോട് നിന്ന്. കോഴിക്കോട്ടത്തെ കാര്യത്തിലും വലിയ ആശങ്കയുണ്ട് ഷഹീദ്. 1098 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എവിടെയാണ് പാളുന്നത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ? കളക്ടർ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? തന്നെയാണ് 1000 കടന്നിരിക്കുന്നു. 1098 ആണ് ഇന്നത്തെ കണക്ക്.
ഇന്നലെ അത് 867 പേർക്കായിരുന്നു. അത് ചില ആശ്വാസം നൽകിയിരുന്നു. കഴിഞ്ഞ തുടർച്ചയായുള്ള ദിവസങ്ങളിൽ 1000 കടന്നത് കുറഞ്ഞു വരുന്നു എന്നുള്ള പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും കൂടിയിരിക്കുന്നു. ആകെ പരിശോധന ഇന്ന് നടത്തിയത് 6292 പേരിൽ പരിശോധന നടത്തിയപ്പോഴാണ് 1098 പേർക്ക് പോസിറ്റീവായി കണ്ടെത്തിയിട്ടുള്ളത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഏകദേശം 16% മുകളിലാണ് എന്നുള്ളതാണ്. സംസ്ഥാന ശരാശരിയേക്കാൾ കൂടിയ നിരക്ക് തന്നെ കോഴിക്കോട് ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. ഒപ്പം ആശങ്കയുണ്ടാക്കുന്നത് രോഗം മാറിയവരുടെ എണ്ണം 472 മാത്രമാണ് എന്നുള്ളത് തന്നെയാണ്. കോർപ്പറേഷൻ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ ഇന്നുമുള്ളത്. 246 രോഗികൾ ഉണ്ട്. ഒപ്പം വടകര നഗരസഭയിലും 50 പേരാണ് വടകര നഗരസഭയിലുള്ളത്. ഈ 2 സ്ഥലങ്ങളിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കൂടിയ നിരക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇതോടുകൂടി ആകെ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിലുള്ളവർ 8273 പേരാണ്. ഒപ്പം കർശനമായ പരിശോധനയും കർശനമായ നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ കൂടി കോവിഡ് കണക്കുകൾ വലിയ തോതിൽ ഉയർന്നു നിൽക്കുന്നത് തന്നെയാണ് ആശങ്കയുണ്ടാക്കുന്നത് കാര്യം. കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 30 കണ്ടെയ്ൻമെന്റ് സോണുകൾ കൂടി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം നാളെ 153 ഇടങ്ങളിൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പുകളും ജില്ലാ ഭരണകൂടം സംഘടിപ്പിച്ചിട്ടുണ്ട്. ശരി, നന്ദി ഷഹീദ്. വിവരങ്ങൾക്ക് ഇന്ന് 8778 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 22 മരണവും കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. കോവിഡ് പ്രതിരോധത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളുമായി കേരളം. രോഗവ്യാപനം രൂക്ഷമായ സ്ഥലങ്ങളിൽ ജില്ലാ കളക്ടർമാർക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിക്കാം. ബസ് സ്റ്റാൻഡുകൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന കർശനമാക്കി. എറണാകുളം ജില്ലയിൽ നാളെ മുതൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും കോവിഡ് കേസുകൾ കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനം കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമായ പ്രദേശങ്ങളിൽ ജില്ലാ ഭരണകൂടത്തിന് നിരോധനാജ്ഞ പ്രഖ്യാപിക്കാം. ഹോട്ടലുകളിലെയും ബസ്സുകളിലെയും നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നു. ബസ്സുകളിൽ ആളുകൾ നിന്ന് യാത്ര ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പോലീസ് പരിശോധന നടത്തും. ഷോപ്പിംഗ് മാളുകൾ അടക്കമുള്ള പൊതുസ്ഥലങ്ങളിലും പോലീസ് നിരീക്ഷണമുണ്ടാകും. രാത്രി 9 മണിക്ക് ശേഷം പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്ക് ആദ്യം താക്കീതും പിന്നീട് പിഴയുമാണ് ശിക്ഷ. കോവിഡ് 1ാം തരംഗം ശക്തമായ വെല്ലുവിളി സൃഷ്ടിച്ചപ്പോൾ സമാനമായ നിയന്ത്രണത്തിലൂടെ വ്യാപനം പിടിച്ചുകെട്ടാൻ സാധിച്ചിരുന്നു. എറണാകുളത്ത് നാളെ മുതൽ നിയന്ത്രണം ശക്തമാക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് സുഹാസ് ന്യൂസ് 18നോട് പറഞ്ഞു. പോലീസിന്റെ കൂടെ ഉണ്ടാവും. ഇത് ഫംഗ്ഷൻസ് ഗ്യാതറിംഗ്സ് മറ്റു വേറെ ഏരിയാസിൽ. അറ്റ് ദ സെയിം ടൈം ഈ ബസ്സസിൽ കൂടുതൽ ആൾക്കാർ പോകുന്നുണ്ട്. അത് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എത്ര സീറ്റ്സ് ഉണ്ടോ അത്ര മാത്രമേ അലൗഡ് ആണ് എന്ന്. യാർക്കും സ്റ്റാൻഡിംഗ് പാസഞ്ചേഴ്സ് കൊടുക്കാൻ പറ്റില്ല. ಮತ್ತೆ ಅದು ಕೂಡ ശക്തമായിട്ട് നടപടികൾ എടുക്കും. വിഷുദിനത്തിൽ സംസ്ഥാന വ്യാപകമായി പോലീസിന്റെ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. രാവിലെ ക്ഷേത്രങ്ങളിലടക്കം വലിയ തിരക്ക് അനുഭവപ്പെട്ട സാഹചര്യത്തിലാണ് കൂടുതൽ പരിശോധനകളിലേക്ക് പോലീസ് കടന്നത്. 2 ലക്ഷം അധിക ഡോസ് വാക്സിൻ കേരളത്തിന് ലഭ്യമായ സാഹചര്യത്തിൽ വാക്സിനേഷൻ ക്യാമ്പുകളുടെ പ്രവർത്തനവും കൂടുതൽ ഊർജിതമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം, കൊച്ചി. കോവിഡ് ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രോഗം ഭേദമായി ആശുപത്രി വിട്ടു. ഭാര്യ കമല, കൊച്ചുമകൻ ഇഷാൻ എന്നിവർക്കൊപ്പം പിണറായിയിലെ വീട്ടിലേക്കാണ് മുഖ്യമന്ത്രി പോയത്. കോവിഡ് പോസിറ്റീവായിരുന്ന ഇഷാന് ഇന്ന് നെഗറ്റീവായി. കമലയ്ക്ക് ഇന്നലെ പോസിറ്റീവായി. രോഗം മാറിയിട്ടില്ലെങ്കിലും ലക്ഷണങ്ങളൊന്നുമില്ലാത്തതിനാൽ വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയാനാണ് തീരുമാനം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കും ഭർത്താവ് മുഹമ്മദ് റിയാസിനും ഇന്നലെ കോവിഡ് നെഗറ്റീവായിരുന്നു. റിയാസിന്റെ പിതാവ് കോവിഡ് പോസിറ്റീവായി ICUവിൽ കഴിയുകയാണ്. മുഖ്യമന്ത്രിക്ക് ഒരാഴ്ചത്തെ ഹോം ക്വാറന്റൈൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MP ശശി പറഞ്ഞു. പൂർണ്ണമായ ആരോഗ്യവാനായിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് ചെയ്തു, നെഗറ്റീവായി ഇന്ന് പോയി. ഇനി എത്ര ദിവസത്തെ ക്വാറന്റൈൻ അടക്കം തുടരേണ്ടി വരുമെന്നാണ് കരുതുന്നത്? ഒരാഴ്ച കൂടി ഇതേമാതിരി കണ്ടിന്യൂ ചെയ്യണം. അത് കഴിഞ്ഞാൽ പുറത്തേക്കിറങ്ങും. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പം വേറെ സിംറ്റംസ് ഒന്നുമില്ല. ഭാര്യക്ക് മകളും മരുമകനും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? അവർ നെഗറ്റീവായി. അവരേക്കും ഡിസ്ചാർജ് ഫിറ്റാണ്. അവരുടെ പാരന്റ്സ് ഇവിടെ ഉണ്ട്. മിക്കവാറും ഇന്ന് 5 മണിക്ക് അവരും പോകും. മുഖ്യമന്ത്രി കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചതായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കോവിഡ് പോസിറ്റീവായ മകൾ താമസിച്ച അതേ വീട്ടിൽ നിന്നാണ് പിണറായി വിജയൻ നിരവധി പേരെ ഒപ്പം കൂട്ടി വോട്ട് ചെയ്യാൻ പോയത്. ഏപ്രിൽ 4-ന് ധർമ്മടത്ത് റോഡ് ഷോ നടത്തുമ്പോൾ തന്നെ രോഗബാധിതനായിരുന്നെന്നാണ് സൂചന. രോഗം സ്ഥിരീകരിച്ച് ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ സ്റ്റാഫിനെ അതേ വാഹനത്തിൽ കയറ്റി. കോവിഡ് നെഗറ്റീവായ ശേഷം 7 ദിവസം സമ്പർക്ക വിലക്ക് അനിവാര്യമായിരിക്കെ ആശുപത്രിയിൽ നിന്നുള്ള മടക്കവും ആഘോഷമാക്കി. മുഖ്യമന്ത്രിയുടെ ജാഗ്രത കുറവും നിരുത്തരവാദപരമായ പെരുമാറ്റവും ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തത് സംസ്ഥാനത്തിനാകെ അപമാനമാണെന്നും വി മുരളീധരൻ ഫേസ്ബുക്കിൽ കുറിച്ചു.
മഹാരാഷ്ട്രയിൽ അതിവേഗം പടരുന്ന കോവിഡ് വൈറസ് കേരളത്തിൽ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ടാകാമെന്ന് വിദഗ്ധർ. കർശന നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഈ വൈറസ് സൂപ്പർ സ്പ്രെഡിന് വഴിയൊരുക്കുമെന്ന് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി റിസർച്ച് വിഭാഗം മേധാവിയും എംഡിയുമായ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ ന്യൂസ് 18നോട് പറഞ്ഞു. കോവിഡ് വാക്സിൻ കൊണ്ട് മാത്രം പുതിയ വൈറസിനെ ഫലപ്രദമായി നേരിടാനാകില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ ജനിതകമാറ്റം സംഭവിച്ച വൈറസ് നമ്മുടെ നാട്ടിലെത്തിയോ? എത്ര ആശങ്കപ്പെടേണ്ട കാര്യമാണത്? നമ്മുടെ നാട്ടിൽ എത്തിയതായിട്ട് സ്ഥിരീകരിച്ച വിവരങ്ങളില്ല. പക്ഷേ എത്താനായിട്ട് ഇനി എത്ര ദിവസങ്ങൾ അല്ലെങ്കിൽ എത്ര മണിക്കൂറുകൾ മിച്ചമുണ്ട് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അങ്ങനെയെങ്കിൽ ഈ വൈറസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എത്ര സൂപ്പർ സ്പ്രെഡിനുള്ള സാധ്യതകൾ എത്രത്തോളം കൂടുതലാണ് പഴയ വൈറസിനേക്കാൾ? ഇപ്പോൾ വന്നിരിക്കുന്നത് ഡബിൾ മ്യൂട്ടൻ്റ് ആണ്. ഡബിൾ മ്യൂട്ടൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരെണ്ണം അതിൻ്റെ ഇൻഫെക്റ്റിവിറ്റി കൂട്ടുന്നുണ്ട്, രണ്ടാമത്തെ മ്യൂട്ടേഷൻ ഇതിൻ്റെ സ്പ്രെഡ് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണവും ആഡ് ഓൺ ചെയ്യും. അതൊരു ക്യുമുലേറ്റീവ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പം പ്രോപ്പറായിട്ടുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് സൂപ്പർ സ്പ്രെഡർ ആവാനുള്ള സാധ്യത പഴയതിനേക്കാളും വളരെ കൂടുതലാണ്. പഴയതിനേക്കാളും കൂടുതലായിരിക്കും. രാജ്യത്ത് 1,84,000 കടന്ന് പ്രതിദിന കോവിഡ് വർധന. പ്രതിദിന മരണം 1000 കടന്നു. 6 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന മരണനിരക്കാണിത്. മഹാരാഷ്ട്രയിൽ ഇന്ന് രാത്രി മുതൽ നിരോധനാജ്ഞ നിലവിൽ വരും. പ്രധാനമന്ത്രി വിളിച്ച ഗവർണർമാരുടെ യോഗം അല്പസമയത്തിനകം ചേരും. രാജ്യത്ത് വാക്സിൻ ക്ഷാമമില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. എല്ലാ സംസ്ഥാനങ്ങൾക്കും വാക്സിൻ വിതരണം ചെയ്യുന്നുണ്ട്. വാക്സിൻ കാര്യക്ഷമമായി ജനങ്ങൾക്ക് നൽകേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി कहा है कि देश में कोई वैक्सीन की कमी नहीं है. भारत सरकार सभी स्टेट्स को वैक्सीन देती है. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കോവിഡ്. യോഗി ആദിത്യനാഥ് തന്നെയാണ് ട്വിറ്ററിലൂടെ ഇക്കാര്യം അറിയിച്ചത്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് സ്വയം നിരീക്ഷണത്തിൽ പോയെന്നും യോഗി ആദിത്യനാഥ് അറിയിച്ചു. തന്റെ രോഗം സർക്കാരിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ട്വീറ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം ചില ഉദ്യോഗസ്ഥർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രി നിരീക്ഷണത്തിലായിരുന്നു. രാജ്യത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ പരിഗണനയിലില്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായി നിശ്ചലമാക്കാൻ കഴിയില്ല. പ്രാദേശികമായ നിയന്ത്രണങ്ങൾ മാത്രമാണ് സർക്കാരിന്റെ പരിഗണനയിലുള്ളതെന്നും സംസ്ഥാന സർക്കാരുകളാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും ധനമന്ത്രി പറഞ്ഞു. ലോകബാങ്ക് ഗ്രൂപ്പ് പ്രസിഡന്റ് ഡേവിഡ് മൽപാസുമായുള്ള വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു നിർമ്മല സീതാരാമൻ. കോവിഡ് വ്യാപനത്തെ തുടർന്ന് CBSE 10ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കി. +2 പരീക്ഷ നടത്തുന്നത് സംബന്ധിച്ച് ജൂൺ 1 ശേഷം തീരുമാനമെടുക്കും. ഇന്റേണൽ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഫലപ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കോവിഡ് 2ാം തരംഗത്തെ തുടർന്ന് CBSE 10ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കാൻ യോഗം തീരുമാനിച്ചു. ഇന്റേണൽ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഫലം പ്രഖ്യാപിക്കുക. ഇത് സംബന്ധിച്ച മാനദണ്ഡം ബോർഡ് പിന്നീട് നിശ്ചയിക്കും. സ്കോറിൽ അതൃപ്തിയുള്ളവർക്ക് പിന്നീട് എഴുത്തു പരീക്ഷയ്ക്ക് അവസരമുണ്ടാകും. +2 പരീക്ഷ നടത്തുന്നത് സംബന്ധിച്ച് ജൂൺ 1 ശേഷം തീരുമാനമെടുക്കും. കോവിഡ് 2ാം തരംഗം അതിശക്തമായ സാഹചര്യത്തിൽ മെയ് മാസത്തിൽ പരീക്ഷകൾ നടത്തുന്നത് പ്രായോഗികമല്ലെന്ന് യോഗം വിലയിരുത്തി. CBSE പൊതുപരീക്ഷകൾ റദ്ദാക്കുകയോ ഓൺലൈൻ വഴി നടത്തുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. എഴുത്തു പരീക്ഷ നടത്തുന്നതിന് പകരം ഇന്റേണൽ വിലയിരുത്തൽ നടത്തണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കളുടെ സംഘടനയും പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. എന്നാൽ പരീക്ഷ റദ്ദാക്കുന്നതിൽ വിദ്യാഭ്യാസ രംഗത്തുള്ളവർ എതിർപ്പറിയിച്ചിട്ടുണ്ട്. अपने बच्चों की रक्षा और उनके भविष्य इन तीनों को लेकर के जो योजना बनाई उसमें हमारे अध्यापक गण का और अभिभावकों का बहुत बड़ा हमको योगदान मिला, सहयोग मिला. പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മെയ് 4 പരീക്ഷ ആരംഭിക്കാനായിരുന്നു ബോർഡിന്റെ നീക്കം. ന്യൂസ് 18 ഡൽഹി. CBSE പരീക്ഷ റദ്ദാക്കിയതിൽ സമ്മിശ്ര പ്രതികരണവുമാണ് വിദ്യാർത്ഥികളുടേത്. ആശങ്കപ്പെടാനില്ലെന്ന് അധ്യാപകരും പറയുന്നു. 12ാം ക്ലാസ് പരീക്ഷ നീട്ടിയത് പ്രവേശന പരീക്ഷയെ ബാധിക്കുമോ എന്ന ആശങ്കയും വിദ്യാർത്ഥികൾക്കുണ്ട്. നമ്മോടൊപ്പം +2 കുറച്ച് കുട്ടികൾ ചേരുന്നുണ്ട്. +2 പരീക്ഷ ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തൊക്കെയാണ്. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളുണ്ടോ നിങ്ങൾക്ക്? ആശങ്ക എന്നതിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കുന്നതോടെ നമ്മളിങ്ങനെ നമുക്ക് നീറ്റ് എഴുതാനുള്ള ഇതുകൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മാറ്റി വെക്കുന്നതോടെ നീറ്റ് എക്സാമിൻ്റെയും കൂടെ ഇത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ മാറി മാറി പോകുന്നതിൻ്റെ ഒരു ഇതുകൂടെ ഒരു ഇതേ ഉള്ളൂ. അത് ആക്ച്വലി നമുക്ക് കുറച്ചുകൂടെ ടൈം തരും പഠിക്കാനായിട്ട്. പക്ഷേ 10ാം ക്ലാസ്സിൽ
ഇന്റേണൽസ് എടുക്കുന്ന കണക്ക് +2 എടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് +2 ഇന്റേണൽസും മോക്ക് എക്സാമും അത്ര നന്നായിട്ടല്ല പിള്ളേർ ചെയ്തേക്കുന്നത്. പ്രിപ്പയർ ചെയ്തൊരു കുട്ടിക്കാണെങ്കിൽ ഇനി വരുംതോറും അവർക്ക് ടെൻഷൻ കൂടും. റിവൈസ് ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അവർക്ക് ഇച്ചിരി ടെൻഷൻ കൂടി ചാൻസ് എടുക്കും. പഠിക്കാത്ത കുട്ടിക്കാണെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ബോർഡ് എക്സാം കുറച്ചുകൂടെ നീട്ടി പോകണമെങ്കിൽ എൻട്രൻസും കൂടെ പഠിക്കാൻ പറ്റും നന്നായിട്ട്. പോസ്റ്റ്പോണ്ട് ചെയ്താലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഫ്യൂച്ചർ, അതായത് ഞങ്ങളുടെ കോളേജസിൻ്റെ അഡ്മിഷൻസ്, അതാണ് ഞങ്ങളെ ആശങ്കയിലാക്കുന്നത്. അതാ പേരൻ്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇന്റേണൽ മാർക്കാണ് ഇവർ എടുക്കുന്നതെങ്കിൽ അത് പഠിച്ച കുട്ടികൾക്കും പഠിക്കാത്ത കുട്ടി വ്യത്യാസം വരും. അവർക്ക് ഇന്റേണൽ മാർക്ക് വെച്ച് എടുക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ അവരുടെ ഏറ്റവും നല്ല പെർഫോമൻസ് വരേണ്ടുന്നത് ഫൈനൽ എക്സാമിനായിരുന്നു. അത് അവർക്കില്ലാത്തതിൻ്റെ ഒരു ആശങ്ക അവർക്കുണ്ട്. എന്തായാലും ഒരു ഗൈഡ് ലൈൻ കൃത്യമായി വരുമ്പോൾ അതിനൊരു വ്യക്തത ലഭിക്കും. സ്വാഭാവികമായി ആ വ്യക്തത ലഭിക്കുന്നതോടുകൂടി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും എല്ലാം ആശങ്ക അത് ദൂരീകരിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് അധ്യാപകർ പങ്കുവയ്ക്കുന്നത്. ക്യാമറാമാൻ പ്രിയനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. തിരുവനന്തപുരം നന്ദിയോട് ചൂടലിൽ പടക്ക നിർമ്മാണശാലയിൽ മിന്നലേറ്റ് പൊട്ടിത്തെറി, ഒരാൾ മരിച്ചു. മീൻമുട്ടി പെയ്യാറ്റുമൺപുറത്ത് സുശീലയാണ് മരിച്ചത്. ഉടമ സൈലസിന്റെ നില അതീവ ഗുരുതരമാണ്. 10ഓളം ജീവനക്കാർ പൊട്ടിത്തെറിക്ക് മിനിറ്റുകൾക്ക് മുൻപ് വീടുകളിലേക്ക് പോയതിനാൽ വൻ ദുരന്തം ഒഴിവായി. പൊട്ടിത്തെറിയിൽ ഷെഡ് പൂർണ്ണമായും തകർന്നു. തൃശൂർ ദേശമംഗലം തലശ്ശേരിയിൽ മകൻ പിതാവിനെ വെട്ടിക്കൊന്നു. തലശ്ശേരി ഷാരിംപറമ്പിൽ മുഹമ്മദാണ് കൊല്ലപ്പെട്ടത്. മകൻ ജമാലിനെ ചെറുതുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സൂചന. പാലക്കാട് ജില്ലയിലെ ഇരുമ്പകശ്ശേരി സ്വദേശിയായ മുഹമ്മദ് വർഷങ്ങളായി മകന്റെ കൂടെയായിരുന്നു താമസം. തിരുവനന്തപുരം പേട്ടയിൽ പിന്നോട്ടെടുത്ത കാർ ഇടിച്ചു കയറി ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക്. വൈകിട്ട് 3 മണിയോടെ പേട്ട കല്ലുമൂട്ടിലാണ് സംഭവം. ബൈക്കിൽ ഇടിച്ചു കയറിയ കാർ മറ്റൊരു കാറിന് മുകളിലേക്ക് കയറിയാണ് നിന്നത്. കോഴിക്കോട്ടെ ഒരു ജഡ്ജിയാണ് കാർ ഓടിച്ചത് എന്നാണ് വിവരം. പരിക്കേറ്റ യാത്രക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KT ജലീലിനെതിരായ ലോകായുക്ത വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചേക്കും. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആലോചന. എന്നാൽ തന്റെ ഭാഗം കേൾക്കാതെയാണ് വിധി പ്രഖ്യാപിച്ചതെന്ന ജലീലിന്റെ വാദം ശരിയല്ലെന്ന് ലോകായുക്ത രേഖകൾ വ്യക്തമാക്കുന്നു. KT ജലീലിനെതിരായ ലോകായുക്ത വിധിയിൽ സർക്കാരിന്റെ ഭാഗം വിശദീകരിക്കാനും എതിരായ പരാമർശങ്ങൾ നീക്കിക്കിട്ടാനും ഹൈക്കോടതിയെ സമീപിക്കാമെന്നാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം. ലോകായുക്തയുടെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ട്. സിവിൽ കോടതിയുടെ സമാനമായ നടപടിക്രമങ്ങൾ ലോകായുക്തയും പാലിക്കേണ്ടതായിരുന്നു. മന്ത്രിയെ നീക്കണമെന്ന നിർദ്ദേശം നൽകാൻ ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. അദീബിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സർക്കാരിനും നിർണായക പങ്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന് ലോകായുക്ത വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാമെന്നാണ് നിയമോപദേശത്തിൽ വ്യക്തമാക്കുന്നത്. ലോകായുക്ത വിധിക്കെതിരെ നേരത്തെ തന്നെ KT ജലീൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതിൽ സർക്കാരും വൈകാതെ കക്ഷി ചേരാനാണ് സാധ്യത. തന്റെ അഭിപ്രായം കേൾക്കാതെയാണ് ലോകായുക്ത വിധി പ്രസ്താവന നടത്തിയതെന്ന ജലീലിന്റെ വാദം ശരിയല്ലെന്ന് വിധിപ്പകർപ്പ് വ്യക്തമാക്കുന്നു. ജലീലിന് തന്റെ ഭാഗം വിശദീകരിക്കാൻ അവസരമുണ്ടായിരുന്നു. എന്നാൽ ജലീൽ അത് ചെയ്തില്ല. വാദം അറിയിക്കാനും തെളിവുകൾ ഹാജരാക്കാനും ജലീൽ ലോകായുക്തയോട് സമയം ചോദിച്ചിട്ടില്ലെന്നും രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ലോകായുക്ത വിധിക്കെതിരെ റിട്ട് ഹർജി നൽകാനുള്ള നീക്കത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം. റിട്ട് ഹർജി അധാർമിക നീക്കമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സർക്കാർ റിട്ട് ഹർജി നൽകുമെങ്കിൽ രാജ്യനാടകം എന്തിനായിരുന്നുവെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ചോദ്യം. മുഖ്യമന്ത്രിയോടുള്ള കടപ്പാട് പറഞ്ഞ് മുൻമന്ത്രി KT ജലീൽ. മുഖ്യമന്ത്രിയോടുള്ള കടപ്പാട് തീർത്താൽ തീരാത്തത്. പിതൃവാത്സല്യത്തോടെ ശാസിച്ചും സ്നേഹിച്ചും ഉപദേശിച്ചും മുഖ്യമന്ത്രി നടത്തിയ ഇടപെടലുകൾ മറക്കാനാകില്ലെന്ന് ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. കോടിയേരിയും വിജയരാഘവനും സഹോദരസ്ഥാനീയരായാണ് എപ്പോഴും പെരുമാറിയതെന്നും KT ജലീൽ പറയുന്നു. കോഴിക്കോട് രാമനാട്ടുകരയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 3 കോടി രൂപയുടെ ആശുഷോയിൽ എക്സൈസ് സംഘം പിടികൂടി. മയക്കുമരുന്ന് കൊണ്ടുവന്ന കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് സ്വദേശി അൻവറിനെ അറസ്റ്റ് ചെയ്തു. വിഷു ആഘോഷിച്ച് കേരളം.
കോവിഡിന്റെ രണ്ടാം തരംഗം സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾക്കിടയിൽ പ്രതീക്ഷയുടെ പൊൻകിരണമായി ഇന്ന് വിഷു. കണി കണ്ടും കൈനീട്ടം നൽകിയും ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷുദിനം ആഘോഷിക്കുകയാണ്. ജാഗ്രത കൈവിടാതെ തന്നെ നമുക്ക് വിഷു ആഘോഷിക്കാം. കോവിഡ് മഹാമാരി ലോകത്തെ വീണ്ടും പിടിച്ചുലയ്ക്കുമ്പോൾ പ്രത്യാശയുടെ വെളിച്ചമേകുകയാണ് വിഷു. ഓട്ടുരുളിയിൽ സമ്പൽ സമൃദ്ധമായ വിഷുക്കണി ഒരുക്കിയും കൈനീട്ടം നൽകിയും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും തനിമ കൈവിടാതെ വിഷു ആഘോഷിക്കുകയാണ് മലയാളികൾ. വിഷുസദ്യ കഴിച്ചും പടക്കം പൊട്ടിച്ചുമൊക്കെ മലയാളക്കര വിഷു ആഘോഷിക്കുന്നു. വരുന്ന ഒരു വർഷത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും ഈ കാഴ്ചകളിൽ നിറയുന്നു. കേരളത്തിന്റെ കാർഷികോത്സവം കൂടിയാണ് വിഷു. മാസ്ക് ധരിച്ചും സാമൂഹിക അകലം പാലിച്ചും സുരക്ഷിതരായി നമുക്ക് വിഷു ആഘോഷിക്കാം. വരാനുള്ള സുദിനങ്ങളുടെ പ്രതീക്ഷ കൈവിടാതെ. ന്യൂസ് 18 തിരുവനന്തപുരം. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. രാജ്യത്ത് കോവിഡ് രണ്ടാം തരംഗം അതിരൂക്ഷമായി തുടരുകയാണ്. ജാഗ്രത കൈവിടരുത്. മുൻകരുതലുകൾ ഉറപ്പാക്കുക. വാക്സിൻ എടുക്കുക. കൂടുതൽ വാർത്തകൾക്ക് മലയാളം.news18